ഹായ് ഹായ് ഇന്ന് എടുക്കാൻ പോകുന്നത് ഓസിലേറ്റർ സെക്ഷൻസ് ആണ്. ഓക്കെ, സോ ഓസിലേറ്റർ. ഓക്കെ, ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സർക്യൂട്ട് ഇറ്റ്സ് ബി യൂസ്ഡ് ടു ജനറേറ്റ് എ സി വോൾട്ടേജ് വിത്തൗട്ട് എൻ എ സി ഇൻപുട്ട് സിഗ്നൽ. സോ ഒരു ഇൻപുട്ട് നമ്മൾ ഇന്നേ വരെ ഏതൊരു എക്യുപ്മെൻറ്റ്സിനും ഏതൊരു സർക്യൂട്ട്സിനും വെച്ചാൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തിട്ടാണ് അതിനെ ആ ഒരു ഇൻപുട്ട് കൊടുത്ത് അതിനെയാണ് പ്രോസസ്സിങ് ചെയ്യുന്നത്. പക്ഷേ ഈ ഓസിലേറ്ററിൽ വി കനോട്ട് ഗിവ് എനി ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാതെ നമ്മൾ ഔട്ട്പുട്ടിൽ ഒരു എ സി സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നതാണ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കേണ്ട ഡി സി വോൾട്ടേജ് സിഗ്നൽസാണ്. Okay, so the oscillators are the circuit which is used to generate the AC voltage without an AC input signal. So such a circuit is called oscillator. So for generating an AC voltage, okay, so to generate the AC voltage, the circuit is supply the energy ഫ്രം ദ ഡി സി സോഴ്സ്. അതായത് നമുക്ക് ഈ ഞാൻ പറഞ്ഞു ഇൻപുട്ട് കൊടുക്കാതെ നമ്മൾ ഔട്ട്പുട്ട് അറ്റൈൻ ചെയ്യാം. സോ അങ്ങനെ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയുള്ള ഒരു എനർജി കൊടുക്കണ്ടേ, ആ സർക്യൂട്ടിന് ഒരു എനർജി കൊടുക്കണം. സോ ആ എനർജി പ്രൊവൈഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ഡി സി വോൾട്ടേജ് സോഴ്സാണ്. ഓക്കെ, സോ ബൈ ഗിവിങ് ദ ഡി സി വോൾട്ടേജ് സോഴ്സ് എക്സ്റ്റേണലി into our oscillator circuit, it will be gives the energy for producing the output. Okay, so this device covers the frequency range from the few hertz to several gigahertz. So നമുക്കിവിടെ നമ്മുടെ ഏതൊരു ഓസിലേറ്റർ ആണെങ്കിലും so we can able to generate the high frequency and low frequency output. Okay, so this is the basic of oscillators. So oscillator is simply an amplifier with a feedback network and without input signal. Okay, so അതായത് ഇൻപുട്ട് കൊടുക്കാതെ നമ്മൾ എന്ത് ഔട്ട്പുട്ട് ഗെറ്റ് ചെയ്യുക. So that is our oscillator. So listen, this is the block diagram. Here I simply mentioned the block diagram of a typical oscillator. Listen, the oscillator should be having an amplifier block and it will be having the feedback network. So the amplifier block, it will be given a DC source. By giving this DC source, it will be produces a noise. Okay, it will be having the noise, and this noise that will be given feedback to the feedback network, and by feedback in this, it will be strengthened. Okay, it will be strengthened and it will be given to again to the input of our amplifier. So listen, first case il nammal endu cheyyunilla, input onnum kodukkunnilla. ഓക്കെ, സോ അവിടെ നമ്മൾ കൊടുക്കുന്ന ഡി സി സോഴ്സാണ് അവിടെ എനർജി പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു രീതിയിലൊരു ഔട്ട്പുട്ട് കുറയുന്നത്. സോ ആ ഔട്ട്പുട്ടാണ് നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് പോകുന്നത്. സോ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് പോകുന്ന സമയത്ത് ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന് ഒരു ഗെയിൻ ഉണ്ടാവും. സോ ഹിയർ ഐ മെൻഷൻ ഇറ്റ് ആസ് ബീറ്റ. ഓക്കെ, സോ ആ ഒരു ഇൻപുട്ട് ആ ഒരു ഔട്ട്പുട്ട് നമ്മളെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ബീറ്റ ഫാക്ടറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഈ നെറ്റ്വർക്കിൻ്റെ ഗെയിനിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ആ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള സിഗ്നലാണ് അതിൻ്റെ ഫീഡ്ബാക്കിൻ്റെ ഔട്ട്പുട്ടിൽ വരിക. സോ ദാറ്റ് ഔട്ട്പുട്ട് ഈസ് അഗെയിൻസ്റ്റ് ഗീവ്സ് ടു ദ ഇൻപുട്ട് ഓഫ് അവർ ആംപ്ലിഫയർ. ഓക്കെ, സോ അത് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുത്തു. സോ പിന്നെ അതിൻ്റെ പ്രോസസ്സിങ്. സോ എഗെയിൻ ദീസ് പ്രോസസ് ഈസ് കണ്ടിന്യൂസ് അൻറ്റിൽ വി ഷുഡ് ഗെറ്റ് എ പെർട്ടിക്കുലർ ഔട്ട്പുട്ട്. ഒരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് വരെ എന്ത് ചെയ്യും, ഇതിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ലിസൺ. For the case of a oscillator, it will be generate a sinusoidal signal. However, it does not create the energy, but simply it acts as an energy converter. Okay, it simply converts the unidirectional current drawn from the DC voltage and supplied to the alternating current and desired frequency. So the function of an oscillator is just the reverse of our rectifier, and therefore sometimes it is called an inverter. However, we generally think of the oscillator circuit as providing an AC voltage signal without giving the input. Okay, so first case il nammal endu cheyyunnilla, input കൊടുക്കുന്നില്ല. So listen, ഒരു ആംപ്ലിഫയറിൽ ഒരു 180 ഫേസ് ഷിഫ്റ്റ് എപ്പോഴും ഒക്കർ ചെയ്യും.
ഓക്കെ, ആംപ്ലിഫയറിൽ നമ്മൾ എന്തൊരു ഇൻപുട്ട് കൊടുത്താലും ഓക്കെ പ്രോസസ്സ് ചെയ്തിട്ട് ഇൻപുട്ട് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് ഔട്ട്പുട്ടിന് ഒരു 180 ഫേസ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യും. ആൻഡ് മോർ ഓവർ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് നെറ്റ്വർക്കും 180 ഫേസ് ഷിഫ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഒരു 180 ഫേസ് ഷിഫ്റ്റ് വന്നു. ഓക്കെ, അഗെയിൻ ഇവിടെ ഒരു 180 ഫേസ് ഷിഫ്റ്റ് വന്നാൽ ടോട്ടലിലെ ഫേസ് ഷിഫ്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? സോ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻ ഫേസ് തന്നെയായിരിക്കും നമ്മളിവിടെ കൊടുക്കുന്ന ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ കൊടുക്കുന്നതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന സിഗ്നലും നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നലും അതിൻ്റെ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്ന സിഗ്നലും എന്തൊക്കെയും ഇൻ ഫേസ് ആയിരിക്കും. ഓക്കെ, സോ ലിസൺ, ദിസ് ഈസ് ദ ഓസിലേറ്റർ. ദിസ് ഈസ് ദ ബേസിക് ഓഫ് അവർ ഓസിലേറ്റർ. So listen, next we are going to discuss about the comparison between our amplifier and oscillator. Simply we know the amplifier should be having an input signal, okay, but our oscillator not having any input signal. And moreover, this amplifier circuit should be a energy conversion is take place, but in the case of the oscillator, no energy conversion will be take place. Okay, so ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓസിലേറ്ററിൽ ഓസിലേറ്റർ എന്നാണ് ഒരു ആംപ്ലിഫയർ വിത്ത് എ ഫീഡ്ബാക്കാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ഫീഡ്ബാക്ക്, ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. ഓക്കെ, സോ ഫോർ ഇൻ ദ കേസ് ഓഫ് എൻ ഓസിലേറ്റർ വി ആർ ഓൾവേസ് യൂസിങ് ദ ഫീഡ്ബാക്ക് ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, സോ നമുക്കറിയാം 2 ടൈപ്പ് ഫീഡ്ബാക്ക് ഉണ്ട് അല്ലേ? ഒന്ന് പോസിറ്റീവ് ഫീഡ്ബാക്കും ഒന്ന് നെഗറ്റീവ് ഫീഡ്ബാക്കും. സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ഓൾവേസ് ഗിവ്സ്, ഓക്കെ, ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ഓൾവേസ് ഗിവ്സ് ദ ഓസിലേഷൻ. Okay, but in the case of the negative feedback should be always produces the stability. Okay, so ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ സിഗ്നൽ ഫോർ പ്രൊഡ്യൂസിങ് ദ ഓസിലേഷൻസ് ആണ് അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കൊടുക്കുന്ന ഫീഡ്ബാക്ക് ചെയ്യുന്ന ഔട്ട്പുട്ട് സിഗ്നൽസ്, ഓക്കെ, ഈ ഫീഡ്ബാക്ക് ചെയ്യുന്ന ഔട്ട്പുട്ട് സിഗ്നൽസും ഈ ആംപ്ലിഫയറിലുള്ള സിഗ്നൽസും ഇൻ ഫേസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലിക്കേഷനാണ് അഡീഷനാണ് അവിടെ നടക്കുക. സോ വി ഗെറ്റ് ദ ഓസിലേറ്റർ ഔട്ട്പുട്ട് അറ്റ് ദി oscillator, and moreover it should be produces a particular frequency as it should be based on the components that will be used in our feedback network. Okay, നെക്സ്റ്റ് നമ്മൾ നോക്കുക, ഈ ഓസിലേറ്ററിൽ ഞാൻ പറഞ്ഞു ഓസിലേറ്ററിൽ എന്ത് കൊടുക്കുന്നില്ല, നമ്മൾ ഇൻപുട്ട് സിഗ്നൽസ് കൊടുക്കുന്നില്ല. സോ ഹൗ ഡസ് ദിസ് ഓസിലേറ്റർ ഓപ്പറേറ്റ് വിത്തൗട്ട് എനി ഇൻപുട്ട് സിഗ്നൽ? ഓക്കെ, ലിസൺ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു നമ്മൾ ഓസിലേറ്ററിൽ ഇൻപുട്ട് കൊടുക്കുന്നില്ലെങ്കിൽ കൂടെ നമ്മളൊരു DC സോഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഡ്യൂ ടു ദ റാൻഡം മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ ഇലക്ട്രോണിക് ഡിവൈസ് സച്ച് ആസ് എ റെസിസ്റ്റേഴ്സ്, ദർ വിൽ ബി എ റെസിസ്റ്റർ വോൾട്ടേജ് ജനറേറ്റഡ് a voltage is generated which called a noise voltage. Okay, this noise voltage is amplified by the amplifier and the feedback. Okay, if the Bergson criteria is satisfied, then the sustained and sustained oscillation will be produced at the output. Thus the noise voltage and the oscillation can operate without an input signal. സോ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നില്ലെങ്കിൽ കൂടെ അതിലുണ്ടാവുന്ന ഒരു DC സോഴ്സ് കൊടുക്കുന്നുണ്ട്. സോ ഈ DC സോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു എനർജി എന്ത് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ള പാസീവ് എലമെൻസിലൂടെ കൂടെ പാസ് ചെയ്യും. സോ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ഒരു വോൾട്ടേജ് ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് വോൾട്ടേജ് വി കോൾഡ് ഇറ്റ് ആസ് നോയ്സ് വോൾട്ടേജ്. ഓക്കെ, സോ ദീസ് നോയ്സ് വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഈ ഔട്ട്പുട്ട് കിട്ടുന്ന ഈ നോയ്സ് വോൾട്ടേജ് ആണ് ദാൻ അഗെയിൻ ഫീഡ്ബാക്ക് ചെയ്തിട്ട് ആംപ്ലിഫൈ അഗെയിൻ ചെയ്യുന്നത്. സോ ഇത് തന്നെയാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് ഒരു പെർട്ടിക്കുലർ ലെവലിലുള്ള സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ദിസ് വിൽ ബി പ്രൊഡ്യൂസസ് എ പെർട്ടിക്കുലർ ഓസിലേഷൻസ് വിത്തൗട്ട് ആൻ ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, സോ അവിടെ ഞാൻ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്, ബാർക്സൺ ക്രൈറ്റീരിയ. ഓക്കെ, സോ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം വാട്ട് ഈസ് ബാർക്സൺ ക്രൈറ്റീരിയ. അതായത് ഏതൊരു ഓസിലേറ്റർ ആണെങ്കിലും അത് ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഇറ്റ് വിൽ ബി സാറ്റിസ്ഫൈസ് ദ ബാർക്സൺ ക്രൈറ്റീരിയ. ഓക്കെ, സോ next we are going to discuss the oscillator in detail. So listen,
Next, we are going to discuss how to understand a oscillator produces an output signal without an external input signal. So listen, here we are considering our amplifier network. It should be having the gain A, and it should be there will be a feedback network. It should be having the gain beta. Listen, if there is an, I already said there will be a noise signal is there. It should be produces at the amplifier side. So this here Xi is our noise voltage that will be produces inside our amplifier when we given the DC source signal. So listen, then the output of our amplifier will be X0. It will be equal to A into Xi. That means നമ്മൾ ഇതിൻ്റെ അക്രോസ് ഉണ്ടായിട്ടുള്ള നോയ്സ് വോൾട്ടേജും ഈ ആംപ്ലിഫയറിൻ്റെ ഗെയിനും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരാം. So listen, that was our first output without giving the input. Okay, so listen, that output should be feedback to our what our feedback network should be having the gain beta. Listen, നമ്മളിപ്പോൾ കൊടുത്ത ഈ എക്സയും ഈ എ എക്സയും തമ്മിൽ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ട്, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. ലിസൺ, നമ്മുടെ എക്സൈ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സിഗ്നൽ ആണെങ്കിൽ നമ്മുടെ എ എക്സൈ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു 180 ഫേസ് ഷിഫ്റ്റ് കിട്ടിയൊരു സിഗ്നലായിരിക്കും. ഓക്കെ, ആ സിഗ്നലാണ് നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്, നമ്മളെ ഈ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് കൊടുക്കുന്നത്. സോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ദിസ് X0 is again multiplied with this gain. Okay, and it should be produced as a feedback, and output will be equal to XF is equal to beta into X0, because that's X0's output signal should be multiplied with the gain of our feedback network. So ഇവിടെ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ ഈ ഒരു സിഗ്നലാണ് അല്ലേ, ദിസ് ഇസ് അവർ സിഗ്നൽ. സോ ഇവിടെ എന്ത് ചെയ്യും, ഒരു 180 ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ അതപ്പോൾ നമ്മുടെ സിഗ്നൽ എന്താ ഇങ്ങനെ. ഓക്കെ, ലിസൺ, അപ്പം ഈ ഒരു X0 ബീറ്റ X0 എന്ന് പറയുന്ന സിഗ്നലാണ് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ആംപ്ലിഫയറിലെ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. സോ ലിസൺ, അങ്ങനെയാണെങ്കിൽ ഈ ആംപ്ലിഫയറിൻ്റെ ഉള്ളിലുള്ള ഈ നോയ്സ് വോൾട്ടേജും ഓക്കെ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഫീഡ്ബാക്ക് ചെയ്തിട്ടുള്ള ഇൻപുട്ടും ഓക്കെ ഫീഡ്ബാക്ക് ചെയ്ത സിഗ്നലും എന്താ ഇൻ ഫേസിലാണ് വരിക. സോ അങ്ങനെ ഇൻ ഫേസിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മളിവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ കാൽക്കുലേഷൻ സെക്ഷൻ. സോ ലിസൺ, ഇവിടെ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത സിഗ്നൽ, ലിസൺ, നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത സിഗ്നലാണ് എക്സ് ഡാഷ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി മൈനസ് ഓഫ് എക്സ് എഫ്. ഓക്കെ, സോ ദാറ്റ്സ് മീൻസ് നമ്മളിവിടെ ഒരു മൈനസ് ഫാക്ടർ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ദ എക്സ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് എഫ്. ദാറ്റ്സ് മീൻസ് ദിസ് ഇസ് അവർ എക്സ് എഫ്. ഓക്കെ, and next minus beta into x0. So xf is equal to beta x0. So that's we given instead of xf. Okay, then we get beta into x0. Instead of x0, we know the value a into xi. So that's we given here. Okay, so we get the equation as x dash f is equal to beta a minus beta a xc. Okay, so listen, next we are calculating the loop gain. Loop gain is the output divided by input. It will be the ratio of output divided by input, and it will be equal to, here we are rearranging this equation, we get it as minus beta a. So this is the gain, okay, loop gain of our oscillator. If we arrange the xf as the same as xi, then xi can be replaced by xf. That means ഈ xf dash ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, നമ്മളിവിടെ ഈ എക്സ് എഫ് ഡാഷും ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന എക്സ് എഫ് ഡാഷും നമ്മുടെ എക്സ് ഐ എന്താ സെയിം ആണ് അല്ലേ. സോ ഞാൻ നിങ്ങൾ പറഞ്ഞു ഇൻ ഫേസിട്ടാണ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ ഇൻ ഫേസിൽ വരുന്ന സമയത്ത് ദീസ് ടു ആർ സെയിം. സോ വി ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഫ്രാക്ഷൻ വി റൈറ്റ് ഇറ്റ് ആസ് 1. That means 1 will be is equal to minus beta into a. That means അതായത് ഈ ആംപ്ലിഫയറിൻ്റെ ഗെയിനും ഫീഡ്ബാക്ക് ലൂപ്പിൻ്റെ ഗെയിനും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മൈനസ് ഫാക്ടർ എടുത്താൽ ഇറ്റ് ബി ഓൾവേസ് 1. അതായത് ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ എൻ ഓസിലേറ്റർ ഫോർ പ്രൊഡ്യൂസിങ് ദ ഓസിലേഷൻ. സോ ലിസൺ, ഇതാണ് ഒരു ഓസിലേറ്ററിന് മെയിനായിട്ട് വേണ്ട കണ്ടീഷൻ. സോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ദാറ്റ് സർക്യൂട്ട് ഷുഡ് ബി ഷോസ് ആസ് ഓസിലേറ്റർ. ഓക്കെ, സോ ലിസൺ, ഇനിയാണ് നമ്മൾ ബർഗ്സൺ ക്രൈറ്റീരിയ പറയുന്നത്. So Bergson criteria is the amplifier works as an oscillator if the positive feedback is made to exist. An amplifier will works as an oscillator. അല്ലേ, ഒരു ആംപ്ലിഫയറിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻ വെൻ വി ഡസൻറ്റ് ഗീവ് ദ ഇൻപുട്ട്, ദാറ്റ്സ് മീൻസ് ഇറ്റ് വിൽ ബി വർക്ക്സ് ആസ് എ
ഓസിലേറ്റർ. പക്ഷേ അങ്ങനെ ഒരു ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിലും ദാറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈ ദ സെറ്റ് ഓഫ് കണ്ടീഷൻസ്. Okay, so whenever that amplifier and feedback network combination that should be satisfy the set of conditions, that's conditions will be called the Barkson criteria. Then after it's that circuit will be works as a oscillator. ഓക്കെ, അങ്ങനെ ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസ്, അതായത് വെറുതെ നമ്മളിപ്പോൾ ആംപ്ലിഫയർ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കണക്ട് ചെയ്ത് ജസ്റ്റ് എന്തുണ്ടായിക്കൊള്ളണം, ഓസിലേറ്റഡ് ആയിക്കൊള്ളണമെന്നില്ല. But should be satisfied. That combination should be satisfy some conditions. That means that condition is called it as Parkson criteria. ഓക്കെ, സോ ആ കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഒരു നെറ്റ്വർക്ക് എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ, ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ദാറ്റ്സ് മീൻസ് ഒരു ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ആണ് എന്ത്, Parkson criteria എന്ന് പറയുന്നത്. Okay, so next we are going to discuss what is the Parkson criteria. Then next, here, the Parkson criteria states that the frequency of a sinusoidal oscillation is determined by the condition that the loop gain phase shift is zero. അതായത് അവിടെ ഉണ്ടാകുന്ന ലൂപ്പ് ഗെയിനും ഫേസ് ഷിഫ്റ്റ് എന്തായിരിക്കണം, സീറോ ആയിരിക്കണം, സീറോ ഫേസ് ഷിഫ്റ്റ് ആയിരിക്കണം. ഓക്കെ, അവിടെ ഒരു ലൂപ്പ് ഗെയിൻ ഉണ്ടാകുന്നു, ഓക്കെ, ഫേസ് ഷിഫ്റ്റ് എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. അത് അങ്ങനത്തെ രീതിയിൽ നമുക്കിവിടെ കിട്ടുന്നത് എന്താ, ഫേസ് ഷിഫ്റ്റ് സീറോ അല്ലേ, ബിക്കോസ് ഇവിടെ 180 ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കും, ഇവിടെ 180 ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ടോട്ടൽ ഇവിടെ വരുന്ന സമയത്ത് 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഓക്കെ, സോ ലീസൺ, നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടീഷൻ അല്ലേ. ഒരു നമ്മൾ നേരത്തെ പ്രോസസ്സ് ചെയ്ത സമയത്ത് ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് രണ്ട് ഗെയിനിൻ്റെ കൂടി മൾട്ടിപ്ലിക്കേറ്റ് രണ്ട് ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ എന്ത് നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ടിൻ്റെ ഗെയിൻ മൾട്ടിപ്ലൈ ചെയ്ത് അതിനാണ് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് വി വിൽ ഗെറ്റ് ദ 1. Okay, the product with multiply with -1 we get the 1. Okay, so this is simplified that ഈ ഒരു കണ്ടീഷൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ എടുക്കാം. Because when we are taking the magnitude of this product, what we get 1. That means the magnitude of the feedback factor should be unity. Feedback factor എന്തായിരിക്കണം, യൂണിറ്റി ആയിരിക്കണം. Okay, and moreover there should have the phase shift. That means our phi should be equal to 0 or should be multiple of 2pi. അതായത് 2piൻ്റെ മൾട്ടിപ്പിൾ വന്നാലും എന്തായിരിക്കും, ഫേസ് ഷിഫ്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. So these are the two conditions that we get from this relation. That means the magnitude of our feedback factor is always 1 and the phase shift is equal to 0 or the multiple of 2pi. Okay, and moreover another interpretation of this criterion is, that means we already get this as a feedback gain of the feedback factor should be equal to a divided by 1 plus a into beta. So from here this is the condition for in the case of the positive feedback, and here the a beta, the value will be equal to, from here a beta value we get it as -1. Instead of a beta we gave it as -1. That means a divided by minus 1 minus 1 is 0, a by 0. That means whenever any value in denominator will be 0, that means the value will become infinity. Since this gain is infinity, we will get the faint output, fire output with no input. Okay, so ഇതിൻ്റെ ഗെയിന് നമുക്ക് ഇൻഫിനിറ്റി ആണെന്ന് എന്ത് കിട്ടുമെന്ന് പറയുന്നത്, ഇൻഫിനിറ്റി ആണെന്ന് നമുക്കൊരു ഔട്ട്പുട്ടിൽ ഒരു ഇൻപുട്ട് ഇല്ലാത്തതിന് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ ഗെയിൻ വരുന്നത്? സോ റീസൺ നോക്കി നോക്കുക, ഇൻപുട്ട് നോക്കി നോക്കുക എന്താണ് വരുന്നത് നോക്കുക. നമുക്ക് ഗെയിൻ നമുക്ക് എന്താ ഇൻഫിനിറ്റി, ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടാണ് അല്ലേ. ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി. ദാറ്റ്സ് മീൻസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. സോ ഈ ഒരു ഇവിടെ ഈ ഒരു ഫ്രാക്ഷൻ ഇൻഫിനിറ്റി ആവണമെങ്കിൽ എന്ത് വരണടാ, ഈ വിന് എന്തായിരിക്കണം, 0 ആയിരിക്കണം. അങ്ങനെയല്ലേ, ഒരു ഫ്രാക്ഷൻ ഇൻഫിനിറ്റി ആവണം വെച്ചാൽ അതിൻ്റെ ഡിനോമിനേറ്റർ സെക്ഷൻ 0 ആയിരിക്കണം. സോ ദാറ്റ്സ് മീൻസ് വി ഇൻ ഈസ് ഈക്വൽ ടു 0. സോ അത് തന്നെയല്ലേ നമ്മൾ ഓസിലേറ്ററിൽ എന്ത് കൊടുക്കുന്നില്ല, ഇൻപുട്ട് കൊടുക്കുന്നില്ല. ദാറ്റ്സ് മീൻസ് അവർ ഇൻപുട്ട് ഈസ് വോൾട്ടേജ് ഈസ് 0. ഓക്കെ, ദാറ്റ്സ് വി ഗെറ്റ് ഫ്രം ഹിയർ. Okay, so next we are going to discuss the effective values of modulus of a beta. അതായത് നമ്മൾ
എ ബീറ്റയുടെ വാല്യൂസ്. ഓക്കെ, നമ്മുടെ ഓൾറെഡി പറഞ്ഞു ഫീഡ്ബാക്ക് ഫാക്ടർ. ഓക്കെ, ഫീഡ്ബാക്ക് ഫാക്ടർ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഈ 1 എന്ന് കൂടിയാലോ കുറഞ്ഞാലോ എന്തൊക്കെ സംഭവിക്കും, വാട്ട് ആപ്പൻ ദ എഫക്റ്റ് ദ ഓസിലേഷൻ എന്തൊക്കെ സംഭവിക്കുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so our first case is modulus of A beta is equal to 1. Modulus of A beta 1 ആവുന്ന കേസ്. സോ അങ്ങനെ 1 ആവുന്ന കേസിൽ so the oscillator frequency is unity, then the removal of external generator will not make any difference, and we get the constant output. നമുക്ക് എന്ത് കിട്ടും, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു AC സോഴ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, so listen, this is the constant AC voltage as will be get at the output side when the value A beta modulus of A beta value is equal to 1. Okay, so this condition in the when with the feedback factor value, the modulus of magnitude of our feedback factor value which will be equal to 1, that condition that will be called it as, at that moment we will call it as sustained oscillations. Okay, so whenever the feedback factor value which will be is equal to 1, we will get the outputs, so it is always a sustained oscillations. Okay, if listen, modulus of A beta value is greater than 1, what happened when the modulus of the beta value is greater than 1, the total phase shift will be 0, but the oscillation of the output increases exponentially. ഓക്കെ, ഔട്ട്പുട്ടിലെ ഓസിലേഷൻ എന്താ അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഓക്കെ കണ്ടിന്യൂസ്ലി വിത്തൗട്ട് ലിമിറ്റ്, ഒരു ലിമിറ്റ് ഇല്ലാതെ ഇത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. സോ this side, okay, this exponentially increasing side, so it will be called undamped oscillation. It will be called undamped oscillation. Listen, modulus of A beta value greater than 1 ആണെന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് സിഗ്നൽ ആണ് വരുന്നത്. സോ സച്ച് കേസസ് ഈസ് കോൾഡ് undamped oscillations. Then next, the A beta modulus of A beta value is less than 1. So this is the case where the output, okay, it will be going to decreases. That means when it is less than 1, that means the signal is absent at the external generator, will not be sufficient to sustain the oscillations. So the output signal will produces exponentially reduces, will be exponentially reduces, as will be shows here. The reason here, the output will be decreases exponentially. Okay, so this type of oscillation, that's we called it as damped oscillations. So these are all about the effects of oscillations when based on the value of a modulus of A beta. Okay.